ഞാൻ 12 വർഷം എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് എനിക്കൊന്ന് 20 വർഷങ്ങൾ അല്ലേ? അത് പക്ഷെ കാലെടുത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോയി. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. 2003 ചക്രം എന്ന സിനിമയില് അത് എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു കഥ എന്താണ്? അത് എനിക്ക് എൻ്റെ ഡാൻസ് ടീച്ചർ ശ്രീകല, ഇവിടെ അടുത്ത ടീച്ചറിൻ്റെ വീട്. അപ്പോൾ ടീച്ചറിന് ഞങ്ങൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ടീച്ചറിന് ഞങ്ങൾ പിള്ളേർ സിനിമയിലൊക്കെ അഭിനയിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ അന്ന് പത്രമൊക്കെ വരുത്തുന്നത്. അപ്പോൾ ടീച്ചർ പത്രത്തിൽ എന്തെങ്കിലും പരസ്യമൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ടീച്ചർ തന്നെ അയച്ചു കൊടുക്കും. അങ്ങനെ ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മിന്നാരം എന്നൊക്കെ പറഞ്ഞ സിനിമയില്ലേ, മിന്നാരത്തിൽ കുറെ പിള്ളേര് വേണമല്ലോ, പാവം ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ ടീച്ചർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് ടീച്ചറിനെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ തൊടുപുഴയിലൊരു പ്രോഗ്രാം ഉണ്ടായി ഡാൻസ് സ്കൂളിന്, നാദോപാസന എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്ററിൽ. അപ്പോൾ അവിടെ അന്ന് ഐറ്റം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സ്റ്റുഡിയോ ഇല്ല ചേട്ടൻ വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർക്ക് കലണ്ടറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വിസിറ്റിംഗ് കാർഡിലൊക്കെ വയ്ക്കാനൊക്കെ അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോ അഷ്റഫ് ഗുരുക്കൾ സാറ് കണ്ടിട്ട് അന്നേരം ഇങ്ങനെ ചക്രത്തിന് പുതുമുഖങ്ങളെ തേടുന്ന സമയമായിരുന്നു. അതായത് ലാലേട്ടനെ വെച്ച് ചെയ്തിട്ട് ആ പടം മുടങ്ങിപ്പോയി. വിദ്യാബാലൻ, ദിലീപ് ഏട്ടനൊക്കെ ആയിരുന്നല്ലോ ആദ്യത്തെ. അതെ, അത് മുടങ്ങിപ്പോയിട്ട് അവർ രണ്ടാമത് കാസ്റ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടീച്ചറിനെ വിളിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ആ ഫോട്ടോ ഇങ്ങനെ അന്നത്തെ കൺട്രോളർ അഷ്റഫ് ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ട് സാറായിരുന്നു. അപ്പൊ സാറിങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ച് ടീച്ചറിനെ വിളിച്ചെന്നാ തോന്നുന്നത്. ടീച്ചർ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അയ്യേ ഇത്ര പോലും അറിയില്ലേ. അപ്പോൾ എന്നോടന്ന് ഇങ്ങനെ എന്നിട്ട് ടീച്ചർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്പർ ആറ്റി കൊടുത്തിട്ട് വിളിച്ചു. അന്നൊക്കെ ഫോണൊക്കെ വളരെ കുറവല്ലേ, ഫോണൊന്നുമില്ല, ലാൻഡ് ലൈൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കാലിക്കട്ടിൽ വരണം എന്നാ പറഞ്ഞേ. ഈ കാലിക്കട്ട് കോഴിക്കോടാന്ന് എനിക്കറിയില്ല. അപ്പൊ എൻ്റെ പപ്പയും അമ്മച്ചിയൊക്കെ സാധാരണക്കാർ, അവർക്കും അറിയില്ല. അപ്പൊ ഞാൻ ദൈവം ഈ കാലിക്കട്ട് എവിടെയാണാവോ, കൽക്കത്ത എങ്ങാനും ആണോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ. അപ്പോൾ പിന്നീട് കാലിക്കട്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടാന്ന് തോന്നുന്നു അപ്പേ. അങ്ങനെയാണ് ഞാനും പപ്പയും കൂടി കോഴിക്കോട് പോയി. അവിടെ ചെന്നപ്പോൾ കാവി ഡ്രസ്സൊക്കെ ഇട്ട് തലക്കെട്ടൊക്കെ കെട്ടി ഒരാള്, താടിയൊക്കെ ഉള്ള ഒരാള്. അപ്പോൾ പറഞ്ഞു ലോഹിത സാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പേര് കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ ഉള്ള ആരോ ഒരാൾ, അത്രയൊക്കെ എനിക്കറിയില്ല. വലിയ ആളാണെന്നൊന്നും എനിക്ക് അഭിനയിക്കാൻ പോയപ്പോഴും മനസ്സിലായിട്ടില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എന്നോട് അവിടെ കയറി ചെന്നപ്പം ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിങ്ങനെ ഒരു കട്ടിലയിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു കുഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഒരു ചേച്ചി ഇങ്ങനെ ഒരു വീടിൻ്റെ, ഒരു ഓലപ്പുരയുടെ വീടിൻ്റെ വാതിലിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇതേപോലെ മുഖത്തൊന്നും വരാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. എക്സ്പ്രഷൻസ് ഒന്നും ബ്ലാങ്ക് ആയിട്ടിരിക്കാൻ പറഞ്ഞു. എവിടെ എനിക്ക് വല്ലതും പറ്റോ, ഞാനിങ്ങനെ ഇരിക്കും, ഒന്നും ശരിയായില്ല. എനിക്കിരിക്കാന് അങ്ങനെ അറിയാനൊന്നും പാടില്ല. ഞാൻ പഠിച്ചെടുത്തെന്ന് ഇറങ്ങി അവിടെ ചെന്നതല്ലേ, എനിക്കതൊന്നും അറിയാൻ പാടില്ല. ഇതിനകത്ത് അഭിനയിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല. ആ നിവൃത്തി ടീച്ചറിന്റെ ഒരു ഇഷ്ടത്തിന് നമ്മളങ്ങ് പോയി എന്നുള്ളതേ. സീരിയസ്നെസ് ഒന്നുമില്ല, സിനിമയാണ്. എന്റെ വിദൂരതയിൽ പോലും ആ ചിന്തകളിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടേ ഇല്ല. അപ്പൊ ഞാനിങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ ഇല്ല 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 ബ്ലാങ്ക് അല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊന്നും നടക്കുമ്പോൾ അവനില്ല എന്ന് പറഞ്ഞു. എന്തോ ചിലപ്പോൾ ഞാനങ്ങനെ സംസാരിച്ചുകൊണ്ടപ്പോൾ സാറിന് പാവം തോന്നിയിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ തലയിൽ വരച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം എന്നെ വിളിച്ചു. വില്ലൻ്റെ പേരാണെന്ന് പറഞ്ഞു. നായിക ഇങ്ങനെ മീര ജാസ്മിനാന്നൊക്കെ പറഞ്ഞു. അപ്പം പക്ഷേ ഇവരൊക്കെ ഇത്രയും വലിയൊരു സിനിമയിൽ വലിയ കലാകാരന്മാരുടെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്തതെന്നൊന്നും, വർക്കല്ല, ഞാനൊരു അഭിനയിക്കാൻ പോയത്. അതും 2 സ്ത്രീ കഥാപാത്രങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഞാൻ ചെയ്തതെന്നൊന്നും
ഞാൻ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ സിനിമയിൽ അഭിനയിച്ചു എന്ന്. വീണ്ടും ഈ വരവിന് ശേഷവും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ കാര്യമേ മറന്നുപോയി. എനിക്കൊന്ന് വെറുതെയുള്ള ഭാര്യ വന്നപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെയാണ് ഞാൻ എന്ന് പറയണേ. ഇത് എൻ്റെ തലയിൽ ആ ഒരു ഭാഗമേ ഫീഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് ക്യാമറാമാൻ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട്. ആരായിരുന്നു ആ ക്യാമറമാൻ? അതാ പിന്നീട് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ്, ഇപ്പൊ ഈ രണ്ടാമത് വന്നില്ലേ, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ദൈവമേ രാജീവ് രവി സാറാണ് അന്നത്തെ ക്യാമറമാൻ ആയിരുന്നത്. ഇത്രയും വലിയ ആളാണ് രാജീവ് രവി സാറാണോ, ഈ സാറാണോ അന്നത്തെ രാജീവ് രവി സാർ എന്നൊക്കെ. രാജീവ് രവി എന്നൊക്കെയുള്ള പേരൊക്കെ ഞാൻ കേട്ടായിരുന്നു, പക്ഷെ അത് ഈ മനുഷ്യനാണെന്നൊന്നും എനിക്ക് അന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അതുപോലെ എന്നെ മേക്കപ്പ് ചെയ്തത് ഭയങ്കര പൊക്കമുള്ള നീണ്ട താടിയൊക്കെ ഉള്ള ഒരു സാറായിരുന്നു, പട്ടണ റഷീദ്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇവരൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞ പട്ടണ റഷീദാണ് ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്തത്. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ വീണ്ടും ഈ നമ്മൾ ഇത്രയും വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ ഒരു ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ്. ആരുടെ ക്യാമറയ്ക്ക് മുന്നിലാണ് ആദ്യം നിന്നത്, ആരുടെ സംവിധാനത്തിലാണ് അഭിനയിച്ചത്, അല്ലെ? ആരാണ് മേക്കപ്പ് ചെയ്തതൊക്കെ ലെജൻസ് ആയിരുന്നു. അതൊന്നും അതിൻ്റെയൊക്കെ ആ വാല്യൂ എനിക്ക് സത്യമായിട്ട് അന്ന് മനസ്സിലായില്ല. സോ എന്നെ വിളിച്ചു, ഞാൻ ചെയ്തു, ഞാൻ പിന്നെ അങ്ങ് പോയി. ഞാൻ നമ്പർ പോലും ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ കോണ്ടാക്ട്സ് ഒക്കെ കീപ്പ് ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് അടുത്ത അവസരങ്ങൾ വരുള്ളൂ. പിന്നെ ഇവരൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവോന്ന് തന്നെ അറിയില്ല.